രോഗങ്ങളെ തുടർന്ന് വിശ്രമം വേണ്ടിവരുന്ന വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി നെടുമ്പാശ്ശേരിയിൽ പാലിയേറ്റീവ് റെസ്റ്റ് ഹൗസ്. നെടുമ്പാശ്ശേരി കേന്ദ്രമായ വ്യാപാരികളുടെ കൂട്ടായ്മയാണ് കുറുമശ്ശേരിയിൽ 3 നിലകളിലായി പുനർജനി എന്ന പേരിൽ റെസ്റ്റ് ഹൗസ് തുറക്കുന്നത്. നെടുമ്പാശ്ശേരി മേഖല വി കെയർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് പുനർജനി പാലിയേറ്റീവ് റെസ്റ്റ് ഹൗസ്. നെടുമ്പാശ്ശേരി മേഖലയിലെ കുറുമശ്ശേരിയിൽ ഒരു സ്വകാര്യ വ്യക്തി നൽകിയ സ്ഥലത്താണ് പാലിയേറ്റീവ് സെന്ററിന്റെ റെസ്റ്റ് ഹൗസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പാലിയേറ്റീവ് ഉപകരണങ്ങൾ പൂർണ്ണമായും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾക്കായി പാലിയേറ്റീവ് ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥലം എന്ന നിലയിലും, രണ്ടാമതായി ഈ മേഖലയിലെ വ്യാപാരി കുടുംബങ്ങൾക്ക് അവർ ഹോസ്പിറ്റലുകളിലും മറ്റ് അസുഖബാധിതരായി വരുമ്പോൾ അവർക്ക് താമസിച്ച് വിശ്രമിക്കുന്നതിനുള്ള ഒരു വിശ്രമ കേന്ദ്രം എന്ന നിലയിലാണ് ഈ റെസ്റ്റ് ഹൗസ് പ്രവർത്തിക്കുന്നത്. നെടുമ്പാശ്ശേരി മേഖലയിൽ നിലവിൽ 2200ഓളം വരുന്ന വ്യാപാരികളുണ്ട്. ആ വ്യാപാരികളും അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുമായ 8000ഓളം വരുന്ന ആളുകളാണ് ഈ പാലിയേറ്റീവ് സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. നിലവിൽ വി കെയർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഹോസ്പിറ്റൽ കോട്ട്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, വീൽ ചെയർ, വാക്കർ തുടങ്ങി മുഴുവനായ പാലിയേറ്റീവ് ഉപകരണങ്ങൾ നിലവിൽ വി കെയർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി കൂടെ ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിക്കുന്ന ഈ പാലിയേറ്റീവ് സൊസൈറ്റി വിപുലീകരണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പുതിയ പാലിയേറ്റീവ് സെന്ററായി ആരംഭിക്കുന്നത്. ഏകദേശം 4500ഓളം വരുന്ന സ്ക്വയർ ഫീറ്റിലാണ് 3 നിലകളിലായി ഈ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായും ഈ 3 നിലകളിൽ പ്രവർത്തിക്കുമ്പോൾ 2 നിലകളിൽ പോകുന്നതിന് വേണ്ടി ലിഫ്റ്റ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിക്കും. 2200 വ്യാപാരികളാണ് നെടുമ്പാശ്ശേരി മേഖലയിലുള്ളത്. ഇവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 8000 പേർക്ക് പാലിയേറ്റീവ് റെസ്റ്റ് ഹൗസിന്റെ സേവനം സൗജന്യമായി ഉപയോഗപ്പെടുത്താമെന്ന് ഭാരവാഹികളായ CP തരിയൻ, AV രാജഗോപാൽ, KB സജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ പാലിയേറ്റീവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമുള്ളത്, ഈ മേഖലയിലെ വ്യാപാരി കുടുംബങ്ങളിൽ പെട്ട ആളുകൾ മരിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് അർഹമായ തുക ഏകദേശം 75,000 രൂപ അവരുടെ കുടുംബത്തിന് കുടുംബ സുരക്ഷാ പദ്ധതി എന്ന നിലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് കൊടുക്കാനുണ്ട്. അതിന്റെ ഒരു ഫണ്ട് വിതരണവും കൂടി സംസ്ഥാന പ്രസിഡന്റ് അന്ന് ഇവിടെ വെച്ച് നിർവഹിക്കുന്നതാണ്. സംഘടനയുടെ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള വ്യാപാരികൾക്ക് മരണാനന്തര സഹായമായി 75,000 രൂപ നൽകുന്നുണ്ടെന്നും ഇവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുമ്പാശ്ശേരി.